ഇപ്പോൾ മരുന്നുകൾക്ക് 100% ടാരിഫ് എന്ന് പറഞ്ഞ ഒരു സംഗതി വരുന്നുണ്ട്. അതിൻ്റെ അത് ജനറിക് ഇല്ല എന്നാണ് കേൾക്കുന്നത്. ഇതും ഒരു പരിധി വരെ അമേരിക്കക്കാരെ തന്നെയാണ് ഇതെല്ലാം അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ H1Bയുടെ കാര്യവും ശരിക്കും അമേരിക്കക്കാർക്ക് തന്നെയാണ് ഇത് നാളെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് പോകാനൊരു ചാൻസ് ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമായിരിക്കും. അവൻ ആ ചാൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ യൂറോപ്പിലോ വേറെ എവിടെയെങ്കിലും ഗൾഫിലോ എവിടെയെങ്കിലും ജോലി തപ്പി പോവും. അമേരിക്കയുടെ അത്ര പൈസയൊന്നും ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അത്രയ്ക്കൊരു നല്ലൊരു ഓഫർ ആയിരിക്കണമെന്നില്ല. പക്ഷേ ജോലി കിട്ടി ഇന്ത്യക്ക് പുറത്ത് പോകാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകും, അതിന് സംശയമൊന്നുമില്ലാത്ത കേസാണ്. പക്ഷേ അമേരിക്കയിൽ പോയി പണിയെടുത്ത് അവിടെയുള്ള ഏതെങ്കിലും കമ്പനിയിൽ ജോലി കിട്ടുന്ന ആ ഒരു സാഹചര്യമാണ് നമുക്കില്ലാതെയാവുന്നത്. പക്ഷേ അത് ഇന്ത്യക്കാരെ ദ്രോഹിക്കുന്ന ഒരു പരിപാടി തന്നെയാണ്. ഈ മരുന്നും ഇന്ത്യക്കാർക്കിട്ടുള്ള പണിയാണ്, മരുന്നും ഇന്ത്യൻ കമ്പനികൾക്കിട്ടുള്ള പണിയാണ്. പക്ഷേ ഈ മരുന്നാണെങ്കിലും ശരി, ബാക്കിയുള്ള താരിഫ് ആണെങ്കിലും ശരി, അൾട്ടിമേറ്റ്ലി ഇതിന്റെയൊക്കെ കഷ്ടത അനുഭവിക്കുന്ന അമേരിക്കക്കാർ തന്നെയാണ്. ഞാൻ പറഞ്ഞ H1Bയുടെയും കഷ്ടത അനുഭവിക്കാൻ പോകുന്ന അമേരിക്കൻ കമ്പനികളാ. ഇനി ഇവിടെ നിന്ന് AI പോലെയുള്ള കട്ടിങ് എഡ്ജായിട്ടുള്ള ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് H1Bയിൽ അമേരിക്കയിൽ പോയിട്ട് അവിടെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് ആണ് പോകുന്നത്. അമേരിക്കയിലേക്ക് ഡോക്ടർമാർ പോകുന്ന H1Bയിലായിരുന്നു. ഒരു ഡോക്ടറെ 1,00,000 രൂപ കൂടുതൽ കൊടുത്ത് അമേരിക്കയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ? ഇല്ലല്ലോ. എന്താ ഉണ്ടാകാൻ പോകുന്നത്? അമേരിക്കയിൽ ഇന്ത്യൻ ഡോക്ടർമാരുടെ എണ്ണം കുറയും. അതല്ലേ സംഭവിക്കാൻ പോകുന്നത്. അൾട്ടിമേറ്റ്ലി സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയ്ക്ക് എന്നാണ് ഇതെല്ലാം കൊണ്ട് ദോഷം വരുന്നത്. ഇപ്പം നമ്മൾ ഈ തൊലിപ്പുറത്ത് കാണുന്ന ചികിത്സകളാണ് ഇതെല്ലാം. ഇതല്ലാതെ വേറെ പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മൾ നേപ്പാളിലെ കഥ പറഞ്ഞാണല്ലോ, അമേരിക്കയാണ് നേപ്പാളിൽ ഭരണമാറ്റം എന്ന് പറഞ്ഞായിരുന്നു. ബംഗ്ലാദേശിൽ ഭരണമാറ്റം നടത്തിയത് അമേരിക്കയാണ്. അത് ഷെയ്ഖ് ഹസീന തന്നെ പറഞ്ഞതാണ്. ഇവിടെ ശ്രീലങ്കയിൽ അമേരിക്ക തന്നെയാണ് എന്നുള്ളതാണ് ഏകദേശം ഉള്ള ഒരു വെപ്പ്. കാരണം ചൈന അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ചൈന ഏതായാലും ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഭരിച്ചുകൊണ്ടിരുന്നൊരു ഭരണകൂടത്തെ ചൈന എടുത്ത് കളയല്ലോ, അതും അമേരിക്കയാണെന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പാകിസ്ഥാൻ, ഇപ്പുറത്ത് നേപ്പാൾ, ബംഗ്ലാദേശ്, ഇവിടെ ശ്രീലങ്ക, അടുത്തതിനി മ്യാൻമാറാണ്. മ്യാൻമാറിൻ്റെ ഭരണം വലിയ താമസമില്ലാതെ മാറും. വലിയ താമസമില്ലാതെ മ്യാൻമാർ ഭരണവും അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് മാറി നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ ഷഹബാസ് ഷെരീഫിനെ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങേര് അസിം മുനീർ കയറി അവിടുത്തെ പ്രസിഡന്റ് ആവും. ഇത് രണ്ടും കൂടെ കഴിഞ്ഞാൽ അമേരിക്കയുടെ ഭരണമാറ്റങ്ങളുടെ ആ ഒരു ഇത് കഴിഞ്ഞു. പിന്നെ അഫ്ഗാനിസ്ഥാനാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, വിട്ടേക്ക്. ഇതിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് RICയെ വളയുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഇന്ത്യയുടെ ചുറ്റുമുള്ള സാധനമേ കാണുന്നുള്ളൂ. ചൈനയുടെ ചുറ്റുമുള്ള വേറെ ഇതുണ്ട്, അത് നമ്മൾ കാണുന്നില്ല. റഷ്യയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇവർ എൻസർക്കിൾ ചെയ്യുന്നുണ്ട്, അത് കാണുന്നില്ല. ഗ്രീൻലാൻഡ് ട്രംപ് അധികാരത്തിൽ കയറിയ സമയത്ത് പറഞ്ഞാണ് ഗ്രീൻലാൻഡ് നമുക്ക് വേണമെന്ന്, ഓർക്കണ്ടോ? അത് റഷ്യക്കുള്ള പണിയായിരുന്നു. അത് റഷ്യക്കുള്ള പണിയാണ്. എന്ന് പറഞ്ഞ പോലെ റഷ്യ, ഇന്ത്യ, ചൈന ഈ 3 പേരെയും വളഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോറോർലെസ്. പല 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 സ്ഥലത്തായിട്ട് അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജിക് അസറ്റുകൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴൊരു പ്രശ്നമുണ്ട്. അങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ RIC ഒരുമിക്കുന്ന രംഗം കൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം കൂടെ വരുമല്ലോ തീർച്ചയായിട്ടും. ഈ വളയുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല വാര്യത്തെ. അതെ, അല്ല, ഞാൻ പറയട്ടെ, നേപ്പാളിന്റെ ഒരു മൂലയും ബംഗ്ലാദേശിന്റെ ഒരു മൂലയുടെയും നടുക്കാണ് നമ്മുടെ ചിക്കൻ നെക്ക് വിട്ടിരിക്കുന്നത്. മനസ്സിലായോ? നേരത്തെ അത് ബംഗ്ലാദേശിൽ നിന്ന് മാത്രമേ അങ്ങോട്ട് അമേരിക്കയ്ക്ക് ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നേപ്പാളും ഉണ്ട്. അവിടെ നിന്ന് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ നോർത്ത് ഈസ്റ്റ് ഔട്ടാ. അല്ല, ഞാൻ പറഞ്ഞത് അതല്ല. അതായത് അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ നടക്കുമെന്നല്ല, അതൊരു പോസിബിലിറ്റിയാണ്. തീർച്ചയായിട്ടും അതിനാണ് അവർ ശ്രമിക്കുന്നത്.